ഓക്കെ, ഇത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. CGL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: എയിന്റെയും ബിന്റെയും ലാസ്റ്റ് ഇയറിലെ സാലറിയുടെ റേഷ്യോ 4:3 ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്ന അവരുടെ ലാസ്റ്റ് ഇയറിലെ ഇൻഡിവിജ്വൽ ആയിട്ട്, അതായത് എയിന്റെ ലാസ്റ്റ് ഇയറിലെ സാലറി, എയിന്റെ പ്രസന്റ് ഇയറിലെ സാലറി, ഇതിന്റെ റേഷ്യോ 3:4 ആണ്. അടുത്തത് ബിന്റെ കേസിൽ ലാസ്റ്റ് ഇയറിലെ ടു ദിസ് ഇയർ 5:6 ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് അവരുടെ ടോട്ടൽ പ്രസന്റ് സാലറി 8.04 ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ ബിന്റെ ലാസ്റ്റ് ഇയർ സാലറിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന സാധനങ്ങളൊന്ന് എടുത്ത് എഴുതി കഴിഞ്ഞാൽ എയിന്റെയും ബിന്റെയും ലാസ്റ്റ് ഇയറിലെ സാലറി 4:3 ആണ്. ഓക്കെ, എയിന്റെ കേസിൽ ലാസ്റ്റ് ഇയറിലെ ടു ദിസ് ഇയർ പ്രസന്റ് ഇയർ 3:4 ആണ്. ഓക്കെ, ബിന്റെ കേസിൽ ലാസ്റ്റ് ഇയർ ടു പ്രസന്റ് ഇയർ 5:6 ആണ്. ഓക്കെ, ഇത്രയാണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് എയിന്റെ ലാസ്റ്റ് ഇയറിലെ, ഇതും എയിന്റെ ലാസ്റ്റ് ഇയറിലെ, അപ്പൊ ഇത് രണ്ടും സെയിം ആണ്. അതുപോലെ തന്നെ ഇത് ബിന്റെ ലാസ്റ്റ് ഇയറിലെയാണ്, ഇത് ബിന്റെ ലാസ്റ്റ് ഇയറിലെയാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആകണം അല്ലേ? അതായത് ആദ്യമേ നമ്മൾ എയിന്റെ സെയിം ആക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യണം? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ബിന്റെ സെയിം ആക്കാൻ പോയി കഴിഞ്ഞാൽ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം? ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ചെയ്യാം, ഇത് എയിന്റെ ലാസ്റ്റ് ഇയറിലെ സാലറിയാണ്, ഇതും എയിന്റെ ലാസ്റ്റ് ഇയറിലെ സാലറിയാണ്. അത് സെയിം ആക്കണം. അത് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നമ്പർ വെച്ചിട്ട് ഈ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇത് ബിന്റെ ലാസ്റ്റ് ഇയറിലെ, ഇതും ബിന്റെ ലാസ്റ്റ് ഇയറിലെ. അപ്പോൾ ഇത് സെയിം ആക്കാനായിട്ട് ഞാൻ ഈ നമ്പർ വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് മൊത്തത്തിൽ 15 വെച്ച് എനിക്ക് ഈ ഒരു റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യണം. 15 വെച്ച് ഈ ഒരു റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എയിന്റെ ലാസ്റ്റ് ഇയർ ടു ബിന്റെ ലാസ്റ്റ് ഇയറിന്റെ റേഷ്യോ എത്ര വരും? 60:80 എന്ന് പറഞ്ഞു വരും. 60:80 എന്ന് പറഞ്ഞു വരും. 60:45, സോറി, 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60:45 എന്ന് പറഞ്ഞു വരും. 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇനി ഇത് നമുക്കറിയാം എയിന്റെ ലാസ്റ്റ് ഇയറിലെ സാലറിയാണ്. ഓക്കെ, ഇത് എന്തിനാണ് നമ്മൾ ചെയ്യണമെന്ന് ഇപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. ഓക്കെ, ഇത് എയിന്റെ ലാസ്റ്റ് ഇയറാണ് അല്ലേ? ഇത് 60 ആണ്. അപ്പോൾ ഇതും 60 ആകണ്ടേ? 60 ആകാൻ വേണ്ടി എനിക്ക് എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 60 വരും, ഇത് 80 വരും. ആക്ച്വലി ഇവിടെ നമുക്ക് ഒരുപോലെ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇനിഷ്യലി 15 എടുത്ത് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി നോക്കുമ്പോൾ ഇത് ബിന്റെ ലാസ്റ്റ് ഇയറിലെ, ഇതും ബിന്റെ ലാസ്റ്റ് ഇയറിലെ സെയിം ആക്കാൻ വേണ്ടി എത്ര ചെയ്യണം? 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 45 വരും, ഇത് 54 വരും. നമ്മൾ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്? അതായത് ഇതെല്ലാം ഈക്വൽ ആക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം ഈക്വൽ ആക്കാൻ നേരത്തെ അടുത്തത് ചേഞ്ച് ആയിപ്പോകും. അതിനുവേണ്ടിയാണ് ഇനിഷ്യലി തന്നെ 15 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് ഈക്വൽ ആക്കി, ഇത് സെറ്റാക്കി. ഇത് സെറ്റാക്കി കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ ഓരോന്ന് ഇൻഡിവിജ്വലി സെറ്റാക്കുവാണ്. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ A:B ലാസ്റ്റ് ഇയറിൽ 4:3 വരും, ഇതിന്റെ റേഷ്യോ 3:4, ഇതിന്റെ റേഷ്യോ 3:4 വരും, ഇതിന്റെ റേഷ്യോ 5:6 വരും. അപ്പൊ എല്ലാ കണ്ടീഷനും ഓക്കെയാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രസന്റ് ഇയറിലെ സാലറി, പ്രസന്റ് ഇയറിലെ സാലറിയുടെ സമ്മ് എത്ര വരും? 80ഉം 54ഉം കൂടി കൂട്ടണം. ഇതാണ് അവരുടെ പ്രസന്റ് ഇയർ അല്ലേ? 80ഉം 54ഉം. ഇതിന്റെ സമ്മ് 8.04 ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഇനി ചെറുതാക്കാൻ പോകരുത്, കാരണം നമ്മളിപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചതാണ്. ഇനി ചെറുതാക്കാൻ പോയി കഴിഞ്ഞാൽ ആൻസർ മാറും. അപ്പോൾ 80ഉം 54ഉം അതാണ് അവരുടെ പ്രസന്റ് ഇയർ സാലറി വരുന്നത്. അതിന്റെ സമ്മ് 80ഉം 54ഉം എന്ന് പറയുമ്പോൾ 134 വരും. ഈ 134 കറസ്പോണ്ടിങ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് 8.04 ലാക്ക്. ഓക്കെ, നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ബിന്റെ ലാസ്റ്റ് ഇയർ സാലറിയാണ്. ബിന്റെ ലാസ്റ്റ് ഇയർ സാലറി എന്ന് പറയുമ്പോൾ എത്രയാണ്? ലാസ്റ്റ് ഇയർ സാലറി എന്ന് പറയുമ്പോൾ 45 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടുപിടിക്കേണ്ട, 45 യൂണിറ്റിന്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 8.04 ഡിവൈഡഡ് ബൈ 134 എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇതിൽ നിന്ന് 45 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 45 വെച്ച് രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 8.04 134 45. ഓക്കെ ഓക്കെ, ഇതിന്റെ മൾട്ടിപ്പിൾ ആകാനാണ് ചാൻസ്. ആ പോയിന്റ് മാറ്റുക, ഒരു 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 134 × 6 804 വരും. അപ്പോൾ 2 പോയിന്റ് ഉള്ളതുകൊണ്ട് 0.06 ആയിരിക്കും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഇൻറ്റു 45.
45 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 240 30 270 എന്ന് പറഞ്ഞു വരും. 270ൻ്റെ കൂടെ ആ പോയിന്റ് ചേർക്കുമ്പോൾ 2.7 എന്ന് പറഞ്ഞു കിട്ടും. സോ 2.7 ലാക്ക് ആയിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. 2.7 ലാക്ക്. അപ്പോൾ നമ്മൾ ചെയ്ത് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ 4:3 3:4 പിന്നെ 5:6. ഇവിടെ തന്നിരിക്കുന്നതെല്ലാം സെയിം ആക്കുക, അതായത് ഒരേ സാധനങ്ങൾ സെയിം ആക്കുക. എയിൻ്റെ ലാസ്റ്റ് ഇയറും തന്നിട്ടുണ്ട്. ഒരിടത്ത് 4:3 4 ആണ്, മറ്റിടത്ത് 3 ആണ്. 3:4 3 ആണ്. അതുപോലെ തന്നെ ബീൻ്റെത് 4:3 3ഉം അപ്പുറത്ത് 5:6 5ഉം ആണ്. ഇതെല്ലാം സെയിം ആക്കാൻ വേണ്ടി നമ്മൾ 3ഉം 5ഉം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതായത് 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര വന്നു? 60:45 എന്ന് പറഞ്ഞു തന്നു. പിന്നെ ബാക്കിയുള്ള ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ഫൈനൽ ആൻസറിലോട്ട് എത്തുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്.